അടി കൊണ്ട് ഉടനെ വീണില്ല. അവിടുന്ന് എല്ലാരും കൂടെ പിടിച്ച് മാറ്റി ഇവനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് കുഴഞ്ഞ് വീഴുമായിരുന്നു. എന്റെ കൂടെ നിന്ന് എന്റെ ഹൃദയം വെങ്ങിയിട്ടുണ്ട്. ഇവള് വണ്ടി ഓടിച്ച് റോഡിൽ കൂടെ പോകുമ്പോ ഞാൻ ബസ് വരുന്ന നോക്കി കിഴക്കോട്ട് നിൽക്കുക. ഈ മോള് പടിഞ്ഞാറോട്ട് നിന്ന് പറയുന്നു എന്റെ അമ്മ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഗാലക്സി എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ ഈ പുറകിൽ കാണുന്ന ഈ സ്ഥലത്ത് വെച്ച് വിഷ്ണു എന്ന ചെറുപ്പക്കാരനെ സ്വന്തം ഭാര്യയും അവരുടെ ബന്ധുക്കളും അടങ്ങുന്ന ഒരു വൻ സംഘം തന്നെ ഇവിടെ വെച്ച് മർദ്ദിക്കുകയും തലയ്ക്കടി കൊണ്ട ഈ വിഷ്ണു ഇവിടെ കുഴഞ്ഞു വീഴുകയാണ് ചെയ്തത്. ഹൃദയാഘാതമാണ് എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും വിഷ്ണു മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ഇന്നലെ വൈകുന്നേരത്തോടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തെളിഞ്ഞു ഈ വിഷ്ണു മരിച്ചത് തലയ്ക്ക് കൊണ്ട അടികൊണ്ടാണ് എന്നുള്ളത്. അപ്പം ഈ വിഷ്ണുവും ആതിരയും 13 വയസ്സ് മുതൽ പ്രണയത്തിലായിരുന്നു. വിവാഹം കഴിഞ്ഞു, വീട്ടിൽ വന്ന് ഒരു കുഞ്ഞുമുണ്ട്. അപ്പം ഈ കുഞ്ഞിൻ്റെ, അതായത് LKG പഠിക്കുന്ന കുഞ്ഞിൻ്റെ മുന്നിൽ വെച്ചായിരുന്നു ഈ അച്ഛനായ വിഷ്ണുവിനെ ഈ അമ്മയുടെ ബന്ധുക്കളും ഈ ആതിരയും ചേർന്ന് മർദ്ദിക്കുകയുണ്ടായത്. കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ പറഞ്ഞ വിഷ്ണുവിൻ്റെ അച്ഛനോടും നാട്ടുകാരോടും ചോദിച്ചിട്ട് വരാം. ഞങ്ങൾ ഒത്തിരി വൈകിയാണ് അറിയുന്നത്. ഇങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കായംകുളത്തെന്നാണ് പറഞ്ഞത്. അതെന്ത് പറ്റിയെന്ന് ഇപ്പം മോളാണ് ഈ മൊഴി കൊടുത്തിരിക്കുന്ന കൂടുതൽ. മോക്കറിയാം, മോളെല്ലാം കണ്ടുകൊണ്ടിരുന്ന. നമ്മളൊന്നും കണ്ട ആളല്ല, ഞാനൊന്നും കണ്ടില്ല. ഒരു 10-11 മണിക്കാണ് ഞങ്ങളിവിടെ അറിഞ്ഞു. അവിടെ നിന്ന് ഒരാൾ വിളിച്ച് പറഞ്ഞൊരു ചേട്ടൻ ഇങ്ങനെ മോനെ ഇവിടിട്ട് അടിച്ച് ആകെ അവശനാക്കി ഇവിടുന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ കായംകുളം എന്നറിഞ്ഞ് ഞങ്ങൾ തിരക്കിയപ്പോൾ ഇവിടുന്ന് പോയി ചേട്ടൻ്റെ മോൻ പറഞ്ഞു ആരും ഇങ്ങോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരുവാന്ന് പറഞ്ഞു. പക്ഷെ എല്ലാവരും ഇവിടെ വരുന്ന 3 മണി കഴിഞ്ഞപ്പോഴാണ്. എന്തുവാ സംഭവിച്ചതെന്ന് എൻ്റെ മോളോട് ചോദിക്കാമെങ്കിൽ അവൾ പറയും. ഇവിടുന്ന് പോകാനുണ്ടായ കാരണം അവർക്ക് തമ്മിലറിയാം വിഷയം എന്തുവാന്ന് സംഭവിച്ചപ്പം. നമ്മുടെ വീട് അച്ഛനും അമ്മയും ഈ വീട്ടിൽ പെട്ടതുമായിട്ട് യാതൊരു വിഷയമില്ല. തിരിച്ചു കൊണ്ടുവരാൻ ശ്രമം നടത്താൻ നമ്മൾ എന്തായാലും ഇങ്ങനെ നിൽക്കുമല്ലേ. വേണ്ട എന്ന് അവൾ പറയുന്നുണ്ട്. അവൾ പോയ സമയം കടയെ മൊത്തവും കടയിൽ ചെല്ലുന്നവരോടും ഏത് പരിചയക്കാരും ബന്ധുക്കാരും ഉണ്ട് അവരോടെല്ലാം പറയുന്നത് എനിക്ക് വേണ്ട. എൻ്റെ മോനെ പരിസരക്കാരെയൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിന്നെ വേണ്ട, നീ എന്തിന് എൻ്റെ പുറകെ വാലാട്ടി വരുന്ന, എനിക്ക് വേണ്ട. വെറുതെറിയാ അവള് പറയുന്നത്. വെറും ചീത്ത, പറയാൻ കൊള്ളാത്ത ചീത്തയാണ്. ഇവള് എൻ്റെ മോൻ്റെ 13 വയസ്സിൽ സ്കൂളിൽ വെച്ചുള്ള പരിചയം, വലിയ സ്കൂളിൽ. അത് ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചിട്ട് ഞങ്ങളുടെ ഒരു മോളെപ്പോലെ അവളിവിടെ നിന്ന് ജീവിച്ച് വന്നിട്ട് അവിടെ മനംമാറ്റം. ഇപ്പോഴത്തെ ഓട്ടം എങ്ങനെയാ പെണ്ണുങ്ങൾ, അതുപോലാണ്. എനിക്കത് വിശദീകരിക്കാമേ. അവിടെ മനസ്സതാണ്. എന്നോട് പ്രശ്നമൊന്നുമില്ല. എന്നോടും അവളൊരിക്കലും പറയത്തില്ല നമ്മളോട് വഴക്കിട്ട് പിണങ്ങിപ്പോയെന്ന്. പിന്നെ ഇപ്പം അവരുടെ പാകം ന്യായീകരിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടുന്ന് ഇവിടെ പരിസരക്കാരും പറയത്തില്ല. അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ തമ്മിലുണ്ടായിട്ടില്ല. മോള് പറയും അവിടെ എന്ത് നടന്നാലും മോളെ മുന്നേ വെച്ചായിരുന്നില്ല. പരാതിയുണ്ട്. ഇവിടുന്ന് ഇവര് തമ്മിൽ ഈ മുറിക്കകത്ത് ഇവർ കയറി ഞാൻ കഥ കടക്കി. ഇവർ തമ്മിൽ പിണങ്ങുന്നോ എന്തുവാ സംസാരിച്ച് അഥവാ പിണങ്ങുന്നതെന്ന് പോലും നമുക്കറിയാൻ പറ്റും. പിണങ്ങി ഞാനിവിടുന്ന് പോകുകയെന്ന് പറഞ്ഞാണ്ട് ഒരു ചുണ്ട് പിടിച്ച് ഇറങ്ങി പിന്നുമായിട്ട് മൂശാട്ട കൂടി ഇറങ്ങിപ്പോയാലെന്ന് പറയുന്നത് ഈ കുഞ്ഞിനെ നോക്കത്തില്ല ഒരിക്കലും. എത്ര പ്രാവശ്യം പിണങ്ങിപ്പോയാലും അവളോട് ചോദിച്ചു നോക്കും. അവൾ തിരിഞ്ഞു നോക്കി. എല്ലാ അമ്മമാരും ഏത് വേഷത്തിൽ പോയാലും അവരവരുടെ കുഞ്ഞിനെയും പിടിച്ചുണ്ടാക്കുന്നു. ഇവള് 4 കവറെടുത്ത് കവർ നിറച്ച് 4 തുണിയും വാരി കയറ്റി മേക്കപ്പ് സാധനങ്ങളും വാരി വെച്ച് ഇവിടുന്ന് പോകുക. അതാണ് ഇവിടെ തൊഴിൽ. പോയിട്ട് കഴിഞ്ഞ കൊല്ലം UKG കുറിയപ്പശ്ശേരി പഠിക്കുമ്പോഴാണ് അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഈ മോള് എൻ്റെ കൂടെ നിന്ന് എൻ്റെ ഹൃദയം വെങ്ങിയിട്ടുണ്ട്. ഇവള് വണ്ടി ഓടിച്ച് റോഡിൽ കൂടെ പോകുമ്പോൾ ഞാൻ ബസ് വരുന്ന നോക്കി കിഴക്കോട്ട് നിൽക്കുക. ഈ മോള് പടിഞ്ഞാറോട്ട് നിന്ന് പറയുന്നു എൻ്റെ അമ്മ, അച്ഛമ്മ എൻ്റെ അമ്മ. ഞാനെന്ത് പറയും? ഞാൻ പറഞ്ഞ അമ്പോട്ട് മോള് അമ്മ വരുമെന്ന് പറയും. ഇങ്ങനെയൊക്കെയാണേലും എൻ്റെ പ്രാർത്ഥന. ഇവളെ ഇവിടെ വിട്ട് അങ്ങ് പോയെങ്കിലും അവളെ എൻ്റെ മോനെ അങ്ങ് ഉപേക്ഷിച്ച് എന്താണ് അതിൻ്റെ കുറവെന്ന്
എനിക്കറിയത്തില്ല. അവക്ക് വേറെ വല്ലവരാ, അവന് വലുതായിട്ട് കണ്ടോന്ന് എനിക്കറിയത്തില്ല. അത് അവനും അവക്കും മാത്രം അറിയാം. അങ്ങനാണ് ഇവിടുന്ന് പോകുന്നത്. എൻ്റെ മോള് അങ്ങനെ പോയിട്ട് 4-ാമത്തെ മാസത്തിൽ കുഞ്ഞിനെ കാണാൻ കുറിയപ്പശ്ശേരി സ്കൂളിൽ വന്നപ്പോൾ ടീച്ചർമാരെന്തോ പറഞ്ഞെന്നും ആക്ഷേപിച്ചെന്നും പറഞ്ഞ് വാശിക്കാൻ ഞാൻ സ്കൂള് മാറ്റിയെന്ന് പലരോടും പറഞ്ഞ്. വാശിക്കാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. വാശിക്ക് കുഞ്ഞിനെ കൊണ്ടുവിട്ടിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ സ്കൂട്ടി കൊണ്ടുപോകും. ആ SN വിദ്യാപീഠത്തെ നീ ബസ് സ്റ്റോപ്പ് വരെ വലിയ പിള്ളേരുമായിട്ട് വലിഞ്ഞാണ് ഈ കുഞ്ഞ് ലൈൻ ബസ് കയറി വീട്ടിൽ വരുന്നത്. ഒരു 9:15 ഇവിടെ സംസാരം തുടങ്ങി. അത് കുഞ്ഞിനെയും കൊണ്ട് വന്ന അല്ല രാത്രി കുഞ്ഞിനെയും കൊണ്ട് അവൻ വന്നായിരുന്നു. ഞങ്ങൾ ആദ്യം കാണുന്ന കുഞ്ഞിനെയും കൊണ്ട് ഇവിടെ വന്ന് നിന്നിട്ട് പിന്നെ കുഞ്ഞ് കൂടെ പോകാൻ തിരിച്ച് അവന്റെ കൂടെ പോകാൻ തന്നെയാണ് കരഞ്ഞുകൊണ്ടിരുന്നത്. അമ്മ വിളിച്ചിട്ട് പോയില്ല. പിന്നെ അതിനെ ചൊല്ലി സംസാരങ്ങൾ തുടങ്ങി. അത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ ബന്ധുക്കാരെല്ലാം വന്ന് പിന്നെ ബഹളമാകുമായിരുന്നു. അച്ഛനോടാണ് കൂടുതൽ ഇഷ്ടം. അച്ഛനെന്ന് പറഞ്ഞാൽ അവക്ക് ജീവന. അവിടെ പപ്പയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അതൊന്നും അറിയത്തില്ല. പ്രണയിച്ച് കല്യാണം കഴിച്ചു. കണ്ടതാ. പെണ്ണ് ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഉപദ്രവിച്ചെന്നാ പറയുന്നത്. കമ്പി വെച്ച് അടിച്ചു ഉപയോഗിച്ചു നല്ലപോലെ കിട്ടും. അതായത് ഇവിടുന്ന് ഈ വീടിന്റെ മുറ്റത്തുനിന്ന് അടികൊണ്ട് അല്ല, അവിടെ അങ്ങോട്ടില്ല, ഇവിടെ നിർത്തി. ഇവിടെ വെച്ചായിരുന്നു ബഹളം നടന്നത്. ഇവിടെ വെച്ച അടിയും കാര്യങ്ങളും ഒക്കെ അവന് കിട്ടിയത്. അടി കൊണ്ട് ഉടനെ വീണില്ല. അവിടുന്ന് എല്ലാരും കൂടെ പിടിച്ച് മാറ്റി ഇവനെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് കുഴഞ്ഞ് വീഴുമായിരുന്നു. വലിയ വീഴ്ചയായിട്ടില്ല. അപ്പോഴത്തേക്ക് ആളുകൾ പിടിച്ച് അപ്പുറത്തെ അവരുടെ റിലേറ്റീവിന്റെ വീട് അവിടോട്ട് കിടത്തുമായിരുന്നു. വീണപ്പോഴത്തേക്ക് ആൾക്ക് ഇതെല്ലാം ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായി. അപ്പോഴത്തേക്ക് CPR കൊടുത്ത്. CPR ചെയ്തപ്പോഴും ഇങ്ങനെ ശ്വാസം എടുക്കുന്നതല്ലാതെ വേറെ ഇതൊന്നും ഇല്ലായിരുന്നു. തലയ്ക്ക് അവനെ അടിച്ചു. അത് എൻ്റെ ബ്രദറും പിന്നെ അവരുടെ കൂട്ടുകാരും ചേട്ടനും എല്ലാവരും കൂടെ കൊണ്ടുപോയത്. ചൊവ്വാഴ്ച 5 മണിക്ക് കുഞ്ഞുമായിട്ട് വീട്ടിൽ നിന്നിറങ്ങി കുഞ്ഞിനെയൊക്കെ ഞങ്ങളുടെ ചേട്ടൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് പോകുന്നില്ല, അവൾ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞു. അത് കാരണം അവൻ കുഞ്ഞിനെയും കൊണ്ട് അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവൾ വന്ന് കൊച്ചിനെ പിടിച്ചു കൊണ്ടുപോയി. ഇത് കണ്ട് അവൻ സഹിക്കാൻ വയ്യാതെ എന്തോ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര വഴക്ക് നടന്നു. അവൻ ഏതോ ചെയ്തെന്നാണ് പറയുന്നത്, നമ്മളറിയുന്നില്ല. അപ്പോൾ അവരെല്ലാം ഓടി വന്ന് ഇവനെ മാരകായുധങ്ങൾ കൊണ്ടുവന്ന് അടിച്ച് വീഴ്ത്തി കൊലപ്പെടുത്തി. അവളാണ് ഇതിൻ്റെ കൊലപാതകത്തിൻ്റെ 1-ാം പ്രതി. ഭാര്യയുടെ ചിറ്റപ്പന്മാർ, സഹോദരങ്ങളാരുമില്ല, ഒരു 3 പെണ്ണുങ്ങളാണ്. അവളുടെ ചിറ്റപ്പന്മാർ 3 പേര്, അവൾ ഉൾപ്പെടെ 4 പേര് ചേർന്നാണ്, 5 പേര് ചേർന്നാണ് ഈ കൊലപാതകം നടത്തിയത്. നമ്മൾ അറിഞ്ഞിരുന്നത് കുഴഞ്ഞു വീണു മരിച്ചു എന്നാണ്. പക്ഷേ ഇന്നലെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് മരണകാരണം കൊലപാതകമാണെന്നറിയും. മാരകമായ ആയുധം കൊണ്ട് തലക്കടിച്ച് കൊലപ്പെടുത്തി. കുഞ്ഞുണ്ടായിരുന്നു. കുഞ്ഞ് എൻ്റെ പപ്പ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ പപ്പയെ തല്ലിക്കൊല്ലുന്നേ എല്ലാവരും കൂടി എന്ന് പറഞ്ഞാണ് ഇയാളെല്ലാം ഓടിച്ചെല്ലുന്നത്. ചെല്ലുമ്പോഴത്തേക്ക് എൻ്റെ മോൻ ജീവൻ തീർന്ന് കിടക്കുക. അവിടുന്ന് നാട്ടുകാരെ ആളുകളും എല്ലാം കൂടെ പൊക്കി വണ്ടിയിൽ കയറ്റിയ വഴിക്ക് എൻ്റെ മോൻ മരിച്ചു. പ്രേമവിവാഹം 10 കൊല്ലത്തിന് മേളിൽ, 10-13 കൊല്ലം കൊണ്ട് പ്രേമമായി. പിണങ്ങി പോവാൻ വീട്ടിൽ പോയി നിൽക്കാനുള്ള സാഹചര്യം പിണങ്ങി നിൽക്കാൻ ഇവർ തമ്മിൽ ചേരത്തില്ലായിരുന്നു. എന്താ കാര്യം? അവൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആളല്ല. അവളൊരു ഫാഷൻ ലേഡീസാണ്. ആർക്കും അവളെപ്പറ്റി ഒന്നും പറയാനൊക്കത്തില്ല. അത്ര എന്തെന്നുള്ളവൾ വീടുമായിട്ടോ നമ്മളുമായിട്ടോ നയിച്ചു പോകാൻ പറ്റിയൊരുത്തിയല്ലായിരുന്നു. 3-4 പ്രാവശ്യം ഇതുപോലെ ഗ്രഹിച്ചു പോയിട്ടും ആളുകളുടെ മധ്യസ്ഥയിലാണ് ഇവളെ വിളിച്ചുകൊണ്ട് വരുന്നത്. ഞാൻ ചേട്ടൻ്റെ മോടെ പിറവാസ്തോലിക്ക് ഒരു ദിവസം, ആ ദിവസം രാത്രി ഇവൾ
ആരാണ്ടിനോടോ പൈസ മേടിച്ച്. ആ കാര്യം അവൻ ചോദിച്ചതിന് അവളെ പ്രശ്നമുണ്ടാക്കി അവളെ അവിടെ അമ്മ വന്ന് കൊണ്ടുപോയി. അങ്ങനെയാണ് ഇവിടുന്ന് അതെങ്ങനെയാണ് ഇവിടുന്ന് പോയത്? കേസൊന്നുമില്ല. പോലീസിലിങ്ങനെ കേസ് ഈ വഴക്കിനെ പറ്റിയുള്ള കേസ് അതൊക്കെ കഴിഞ്ഞ് പാർട്ടിക്കാരുടെ മധ്യസ്ഥയിൽ ആ കേസൊക്കെ അങ്ങ് തീർത്ത് കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുന്ന വകുപ്പിന് പഞ്ചായത്ത് രണ്ട് ബഹളം വെച്ചെന്ന് പറയാൻ അവരൊരു കേസ് കൊടുത്തു. ആ കേസ് പിന്നെ പോലീസ് വിളിച്ചപ്പോൾ അപ്പോൾ കേസ് പൊക്കിയില്ല. പിന്നെ എന്തായാലും പോട്ടെന്ന് വിചാരിച്ച് നമ്മളെ അളിയൻ ചെന്നും എൻ്റെ ഏട്ടൻ്റെ മോൻ ചെന്നും അതൊക്കെ അത്താത്ത് വെച്ച് വീണ്ടും ഇങ്ങനെ കൊച്ചിനെ 2 ആഴ്ചയിൽ 2 ദിവസം വീതം കൊണ്ടുവരികയും പോവുകയും ചെയ്തു. ഇത്ര മൃഗീയമായി ഇവനെ കൊലപ്പെടുത്തുമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പോലും വിചാരിച്ചില്ല. എന്താ കാര്യം ചെന്ന് വഴക്കോ വല്ലോ പിണക്കോ ഇട്ട് പോകുമെന്നല്ലാതെ ഈ മൃഗീയമായ രീതിയിൽ എൻ്റെ കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു. എൻ്റെ മകൻ മരിച്ചെന്നുള്ള വിവരം അറിയുന്നത് രാവിലെ 4 മണിക്കാണ്. 8:30 ഞാൻ വിളിക്കുമ്പോൾ ആ വരുന്നു വച്ചാ എന്ന് പറഞ്ഞു. മോനെ 9 മണി മുതൽ വിളിച്ചിട്ടും ഫോൺ എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെയുള്ള ആളുകളൊക്കെ റോഡിൽ നിൽക്കുന്ന സംശയത്താൽ ഞാൻ അവിടെ ചെന്നു. ഞാനും എൻ്റെ ഭാര്യയും കൂടെ അവിടെ ചെന്നപ്പോൾ ആളുകളെല്ലാം ഉള്ളുമറയുന്നു. അപ്പോഴേ എനിക്ക് മനസ്സിലായി ഏതോ ദുരൂഹതയുണ്ട്. അപ്പോൾ ചോദിക്കുന്നവരോടെല്ലാം പറയുന്നു കായംകുളത്താ കുഴപ്പമില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അവസാനം ചോദിച്ചു, എൻ്റെ മോൻ കായംകുളത്തല്ല, ഒന്നുകിൽ വണ്ടാനത്ത് അല്ലെങ്കിൽ പുഷ്പഗിരി ആശുപത്രിയില്ല. അന്നേരമാണ് പറഞ്ഞത് അവനെ പുഷ്പഗിരിയിലേക്ക് കൊണ്ടുപോയെന്ന് പറഞ്ഞു. അപ്പോൾ മോൻ ഇവിടെ 8:30-9 മണിക്ക് എൻ്റെ മോൻ മരിച്ച്. ഞങ്ങളറിയുന്നത് 4 മണിക്ക് റോഡിൽ നിന്ന് 4 മണി വരെ റോഡിൽ നിന്ന് ഫോൺ ചെയ്യും. ആരും ഫോൺ എടുക്കുന്നില്ല. ഒറ്റ മനുഷ്യനും ഫോൺ എടുക്കുന്നില്ല. അവസാനം ഞാൻ വിളിച്ച് നാളെ പോകാമെന്നും പറഞ്ഞ് ഞാനിവിടെ വന്ന് കയറിയതിൻ്റെ പുറകെ എല്ലാം കഴിഞ്ഞ് എൻ്റെ മോനെ കൊണ്ടുവന്ന് മോർച്ചറി വെച്ചിട്ട് ശേഷമാണ് ഞങ്ങളുടെ ആളുകൾ വന്ന് പറയുമ്പോഴാണ് ഞാനറിയുന്നത് 5:30 മരിച്ചെന്നറിയാം. മരിച്ചു പോയെന്നല്ല, ഈ ജനം എല്ലാം കൂടി ഇങ്ങോട്ട് കയറി വരിക.